ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് സെറോദയുടെ ബ്രാക്കറ്റ് ഓർഡറാണ് എങ്ങനെയാണ് ഉപയോഗിക്കലെന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സെറോദ മാത്രമല്ല, ഇപ്പോൾ ബ്രാക്കറ്റ് ഓർഡർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്സ്റ്റോക്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫയേഴ്സ് അങ്ങനെയുള്ള എല്ലാ മിക്ക ബ്രോക്കേഴ്സും ഇപ്പോൾ ബ്രാക്കറ്റ് ഓർഡർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ സെറോദ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞെന്നാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതിലും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ മനസ്സിലാവും. അപ്പോൾ ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഈ ബ്രാക്കറ്റ് ഓർഡറിൻ്റെ പ്രധാന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ റിസ്ക് ഫസ്റ്റേ സെറ്റ് ചെയ്യാൻ പറ്റും, അതായത് സ്റ്റോപ്പ് ലോസ് ഫസ്റ്റേ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഗുണം മാർജിൻ കൂടുതൽ കിട്ടും. അതായത് ഇതിൽ നമ്മൾ റിസ്ക് മുമ്പേ സെറ്റ് ചെയ്യുന്നതുകൊണ്ട്, ബ്രാക്കറ്റ് ഓർഡർ ആയാലും കവർ ഓർഡർ ആയാലും റിസ്ക്, അതായത് സ്റ്റോപ്പ് ലോസ് മുമ്പേ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ റിസ്ക് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ബ്രോക്കേഴ്സ് നമുക്ക് കൂടുതൽ മാർജിൻ തരും. ഇത് എത്രത്തോളം കൂടുതലുണ്ടെന്ന് അറിയാൻ അതായത് അതേ ബ്രോക്കേഴ്സിൻ്റെ, അത് നിങ്ങൾ സെറോദ ഉപയോഗിക്കുന്നുണ്ട്, സെറോദൻ്റെ അപ്സ്റ്റോക്സ് ആണെങ്കിൽ അപ്സ്റ്റോക്സിൻ്റെ മാർജിൻ കാൽക്കുലേറ്റർ ചെക്ക് ചെയ്താൽ മതി. അത് ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ കിട്ടും. സെറോദ മാർജിൻ കാൽക്കുലേറ്റർ അല്ലെങ്കിൽ അപ്സ്റ്റോക്സ് മാർജിൻ കാൽക്കുലേറ്റർ എന്ന സൈറ്റിൽ പോയാൽ, സെർച്ച് ചെയ്തിട്ട് കിട്ടുന്ന സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് മാർജിന് കാണാൻ പറ്റും. അപ്പോൾ നോർമൽ ഇൻട്രാഡേ ഓർഡറും ഈ ബ്രാക്കറ്റ് ഓർഡർ കവർ ഓർഡറിനുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ മാർജിന് കിട്ടും നിങ്ങൾക്ക്. പിന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഉപയോഗം, ഒന്ന്, നമുക്ക് ഓർഡർ ഇടുന്ന സമയത്ത് തന്നെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യാൻ പറ്റും ബ്രാക്കറ്റ് ഓർഡറിൽ. അതായത് ഓർഡർ എന്ന് പറയുന്നത് ഒരു ട്രിപ്പിൾ ഓർഡറാണ്, 3 ഓർഡർ ഒന്നിച്ചുള്ളതാണ്. അതായത് നോർമൽ ബൈ ഓർഡർ, സെൽ ഓർഡർ, അതിൻ്റെ കൂടെ സ്റ്റോപ്പ് ലോസ്, അതിൻ്റെ കൂടെ ടാർഗറ്റ്, ഇത് 3ഉം ഒന്നിച്ച് ഓർഡർ ഇടുന്നതാണ് ബ്രാക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഒറ്റ ഓർഡറിൽ ഇത് 3ഉം സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കവർ ഓർഡറിൽ പക്ഷേ ഇതിൽ സ്റ്റോപ്പ് ലോസ് മാത്രമേ സെറ്റ് ചെയ്യൂ. അതുകൊണ്ട് അതിൽ 2 ഓർഡറാണ്, 2 ഓർഡർ ഒന്നിച്ച് സെറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് സെറോദൻ്റെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാം, ബൈ ഓർ സെല്ല്. ഞാൻ ഇപ്പോൾ ബൈ കൊടുക്കുകയാണ്. ഇത് നോർമൽ ഓർഡർ ബുക്കാണ്. ഇതിൽ താഴെ കോംപ്ലക്സിറ്റി നോക്കുമ്പോൾ മോർ ഓപ്ഷൻ കാണാൻ പറ്റും താഴെ. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൽ ബ്രാക്കറ്റ് ഓർഡർ കാണാൻ പറ്റും. BO CO എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഓർഡർ, CO കവർ ഓർഡർ. ഇതിൽ നമുക്ക് ക്വാണ്ടിറ്റി കൊടുക്കാനുള്ള ബോക്സ് ഉണ്ട്. അതുകൂടാതെ ഇതിൽ നമുക്ക് മുകളിൽ കാണാൻ പറ്റും മാർക്കറ്റ് ഓർഡർ. ബ്രാക്കറ്റ് ഓർഡറിൽ മാർക്കറ്റ് ഓർഡർ കൊടുക്കാൻ പറ്റില്ല, ലിമിറ്റ് ഓർഡറേ പറ്റൂ. മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കാം. അതായത് നമ്മളിപ്പോൾ കൊടുക്കുന്ന ആ സമയത്തുള്ള പ്രൈസിൽ ഓർഡർ എക്സിക്യൂട്ട് ആവും. ലിമിറ്റ് ഓർഡർ നമ്മൾ ഏത് പ്രൈസിനാണോ ഓർഡർ കൊടുക്കുന്നത് ആ ഓർഡറിലായിരിക്കും പ്രൈസ് അതായത് എക്സിക്യൂട്ട് ആവുന്ന ഓർഡർ. ഞാൻ ഇപ്പോൾ ഉള്ള എമൗണ്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മാർക്കറ്റ് ഓർഡർ പോലെ ഇത് കൊടുക്കണം. അതായത് ഇപ്പോൾ ഉള്ള പ്രൈസിന് തന്നെ എക്സിക്യൂട്ട് ആണെങ്കിൽ ബൈ ഓർഡർ കൊടുക്കുമ്പോൾ കുറച്ച് ഇപ്പോൾ ഉള്ള പ്രൈസിനേക്കാൾ കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ കൂടുതൽ കൊടുത്താൽ അത് ആ ഒരു സമയത്ത് തന്നെ എക്സിക്യൂട്ട് ആവും, വെയിറ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ നമുക്കൊരു ഫിക്സഡ് എമൗണ്ടിൽ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റിന് ഇതിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 2 രൂപ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിതിൽ ഓർഡർ ഇട്ട 624 2 രൂപ സ്റ്റോപ്പ് ലോസ്. അതായത് 622 എത്തുമ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കും. 5 രൂപയാണ് ടാർഗറ്റ് ഇട്ട്. 624 + 5 629 ആകുമ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കും. അപ്പോൾ 2-ൽ ഏതെങ്കിലും ഒന്ന് അടിക്കുമ്പോൾ ബാക്കിയുള്ള ഓർഡർ ക്യാൻസലായിട്ട് പോകും. അതാണ് പ്രത്യേകത. പിന്നെ ഇതിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ട്. അതെന്തിനെന്ന് പറഞ്ഞാൽ 1 രൂപയാണ് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. അതായത് ഈ സ്റ്റോക്ക് 1 രൂപ മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് 1 രൂപ കൂടും. ഇപ്പോൾ 624 നിന്ന് 622 ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റോക്ക് 625 പോകുമ്പോൾ സ്റ്റോപ്പ് ലോസ് എത്രയിലേക്കും 623 മൂവ് ആവും. അതായത് 1 രൂപ മേലോട്ട് കയറും. അങ്ങനെ ഇത് മേലോട്ട് ഓരോ പ്രൈസ് മുകളിലോട്ട് വന്നതിന് വെച്ചിട്ട്, ഓരോ രൂപ മുകളിലോട്ട് വന്നതിന് വെച്ചിട്ട് ഈ സ്റ്റോപ്പ് ലോസും 1 രൂപ മൂവ് ആയിക്കൊണ്ടിരിക്കും. അത് നമുക്ക് സെറ്റ് ചെയ്യാം, എത്രയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള സെറ്റ് ചെയ്യാം. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് അതിനനുസരിച്ച് ഇത് മൂവ് ആയിക്കൊണ്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഓർഡർ എക്സിക്യൂട്ട് ആയി. ഇത് നമുക്ക് നമ്മളെ പൊസിഷൻസിൽ പോയാൽ കാണാൻ പറ്റും. ഈ ഓർഡർ, ഈ ഒരു പൊസിഷന് നമുക്ക് ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് അടിക്കും, അല്ലെങ്കിൽ ടാർഗറ്റ് അടിക്കും. 2-ൽ ഒന്നാകുമ്പോൾ കട്ടാവും. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ എക്സിറ്റ് അടിക്കണമെങ്കിൽ ഇവിടുന്ന് എക്സിറ്റ് അടിച്ചാൽ പോയില്ല. അപ്പോൾ ഓർഡർ ബുക്കിൽ പോയിട്ട് അവിടുന്ന് ഏതെങ്കിലും ഒരു ഓർഡർ എക്സിറ്റ് അടിക്കേണ്ടി വരും. ഏതെങ്കിലും ഒന്ന്, അതായത് ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ അല്ലെങ്കിൽ ടാർഗറ്റ് ഓർഡർ. ഏതെങ്കിലും ഒന്ന് എക്സിറ്റ് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഇത് എക്സിക്യൂട്ട് ആവും, ബാക്കിയുള്ള ഓർഡർ ക്യാൻസൽ ആയിക്കോളും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഓർഡർ എക്സിറ്റ് അടിക്കാം, അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഒന്നിച്ച് ക്യാൻസലാവും. അപ്പോൾ ഇതിൽ 2 ഓർഡർ ഉണ്ട്. ഒന്ന് സ്റ്റോപ്പ് ലോസ് ഓർഡറാണ്. ഇത് നമ്മൾ ആദ്യം ഒരു ബ്രാക്കറ്റ് ഓർഡർ കൊടുത്തപ്പോൾ തന്നെ ഇത് സെറ്റായതാണ്. നോർമൽ ഓർഡർ എക്സിക്യൂട്ടായി, ബാക്കി 2, ഒന്ന് സ്റ്റോപ്പ് ലോസ് ഓർഡർ, ഒന്ന് ടാർഗറ്റ് ഓർഡറും ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റായിട്ട് നിന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഓർഡർ നമുക്ക് എക്സിറ്റ് അടിച്ചാൽ നമുക്ക് ആ പൊസിഷൻ കട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നോർമലായിട്ട് ഇത് ഏതെങ്കിലും ഒരു ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ അടിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. ഓക്കെ, ഇനി കവർ ഓർഡർ ഇടാം. ഞാൻ പറഞ്ഞു കവർ ഓർഡറിൽ അതായത് ഒരു സ്റ്റോപ്പ് ലോസ് പ്രൈസും കൂടി കൊടുക്കാൻ പറ്റും. അതായത് നമുക്ക് വാങ്ങേണ്ട പ്രൈസ് അതും അതിൻ്റെ ഒന്നിച്ച് ഒരു സ്റ്റോപ്പ് ലോസ് പ്രൈസും കൂടി കൊടുക്കാൻ പറ്റും. ഇതും അതേപോലെ തന്നെയാണ്. അതിൽ
അതായത് ബ്രാക്കറ്റ് ഓർഡറിൽ ടാർഗറ്റ് കൂടി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, പക്ഷേ കവർ ഓർഡറിൽ അത് പറ്റില്ല. ആ ഒരു കുറവുണ്ട്. ഓക്കെ, ഇതും എക്സിറ്റ് ആവാൻ വേണ്ടി നമുക്ക് ഓർഡർ ബുക്കിൽ പോയാൽ നമുക്കത് കാണാൻ പറ്റും. ഈ സ്റ്റോപ്പ് ലോസ് ഓർഡർ അവിടെ വന്നിട്ടുണ്ടാവും. ഓർഡർ എക്സിക്യൂട്ട് ആയ ശേഷം നമുക്ക് അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ എക്സിറ്റ് ആവും ഓട്ടോമാറ്റിക്കായിട്ട്. ഇതുകൊണ്ടുള്ള ഒരു ഗുണം ഞാൻ ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ, 3 ഓർഡർ ഒന്നിച്ച് കൊടുക്കാൻ പറ്റും ബ്രാക്കറ്റ് ഓർഡർ വഴി. അതായത് നമുക്ക് മെയിൻ ഓർഡറും അതിൻ്റെ കൂടെ സ്റ്റോപ്പ് ലോസ് ഓർഡറും ടാർഗറ്റും കൂടി ഒന്നിച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒന്ന് ഹിറ്റാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലാകും. നമ്മൾ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് എക്സിക്യൂട്ട് ആയാൽ മറ്റത് അതേപോലെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് അത് നമ്മൾ നമ്മൾ തന്നെ മാനുവലായിട്ട് ക്യാൻസൽ ചെയ്യണം. പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ രണ്ടാമത്തെ ഓർഡറും ഒരു ഓർഡർ എക്സിക്യൂട്ട് ആകുമ്പോൾ മറ്റതും ക്യാൻസലായിട്ട് പോകും. പിന്നെ കൂടുതൽ മാർജിൻ കിട്ടും.